ഹായ് ഗൈസ്, OSB ടോക്കീസിന്റെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് നിവിൻ പോളി അഭിനയിച്ച, മമിത അഭിനയിച്ച ബെത്ലഹേം കുടുംബ യൂണിറ്റ് അല്ലെ ഓണത്തിന്റെ രണ്ടാമത്തെ സിനിമ. ഓണം ബെത്ലഹേം തൂക്കിയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ബെത്ലഹേം തൂക്കി പടം നമ്മള് അതെ തൂക്കി. ഇത് ക്ലിയർ കട്ട് തൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നമ്മള് പ്രേമല്ലു കണ്ട് കഴിഞ്ഞിട്ടൊരു റോം കോം വേറെ ഒന്നും അങ്ങനെ കണ്ടിട്ടുമില്ല. വന്നിട്ടുണ്ടോ? പക്ഷെ അതിനുശേഷം നമുക്ക് അങ്ങനെ ഒരു അത്രയും ജോണറിലുള്ള പടവും വന്നിട്ടില്ല. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു റൊമാൻറ്റിക് കോമഡി കണ്ടിട്ടില്ല. അതിനുശേഷം കണ്ട ഒരു നമുക്ക് ഇരിക്കുമ്പോഴത്തന്നെ ഒരു പ്രേമലു വൈബ് അടിക്കും. ഒരു കംഫർട്ട് സിനിമ എന്നൊക്കെ പറയുന്ന സിനിമയാണിത്. ഇതിൽ എനിക്ക് എസ്പെഷ്യലി തോന്നിയെന്ന് പറഞ്ഞാൽ ഇതില് സ്റ്റോറി ഈസ് റിയലി നൈസ്. അത് ആ ഒരു സ്റ്റോറി ടെല്ലിങ്, ഇത് ഒരു ഏജ് ഗ്യാപ്പിന്റെ ഒരു ലവ് സ്റ്റോറി ബിഹൈൻഡ് ഏജ് ഗ്യാപ്പ്, ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ എനിക്ക് അത് ഇച്ചിരി തോന്നിയെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഇച്ചിരി ഇവിടെയൊക്കെ ഒരു ദൈർഘ്യം ഉണ്ടല്ലോ, 2.25 മണിക്കൂറുണ്ട്. അതിന്റെ ഇച്ചിരി ഒരു പ്രശ്നം പോലെ തോന്നി. പക്ഷെ അടിപൊളി സാധനം. അത് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മമിത തന്നെയാണ്. നമ്മൾ പറയും, നീ പറയുന്നത് പുള്ളിക്കാരി എന്ത് എഫർട്ട്ലെസ് ആയിട്ടാണല്ലേ ആ ക്യാരക്ടർ പറഞ്ഞോട്ടെ. അത് പുള്ളിക്കാരിയുടെ മറ്റേ ഈ സിനിമ വിശ്വനാഥൻ സൺസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു ക്യാരക്ടറിനോട് വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല. ഒരു അമ്മാതിരി ക്യാരക്ടർ റിട്ടേൺ ആയിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരി അഭിനയിച്ചുകൊണ്ട് ദാറ്റ് വാസ് ബെറ്റർ. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ്. ഈ സിനിമയിൽ ട്രെയിലറിൽ തന്നെ പറയുന്നത് ഒരു പുള്ളിക്കാരിക്ക് എപ്പോഴും ഒരു മെലങ്കോളിക് ആയിട്ടുള്ള ഒരു ലുക്കാണ്. പണ്ടത്തെ സിനിമയിലാണ് ഈ മെലങ്കോളിക് ക്യാരക്ടർ, ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള നടിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പുള്ളിക്കാരി അത് നന്നായിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഈ എപ്പോഴും ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി എഴുതുന്ന ഒരു ടീമുകളുണ്ടല്ലോ ഇപ്പൊ മിക്കപ്പോഴും, അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ഓഫ് വുമൻ ആണ്. പക്ഷെ അങ്ങനെ അല്ല ഇത്. ഇതില് പുള്ളിക്കാരി റിയലി ആ റേഞ്ച് ഓഫ് ആക്ടിങ് പുള്ളിക്കാരിക്ക് ഉണ്ട്. പിന്നെ നിവിൻ പോളിക്കാണെങ്കിൽ നിവിൻ പോളിയുടെ കംഫർട്ട് സോൺ ആണ്. അത് നിവിൻ പോളിയുടെ ചാംനെസ് മാത്രമേ. നിവിൻ പോളിക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ചാംനെസ് ആണ്. പുള്ളിയുടെ റേഞ്ച് ഒന്നും ഇല്ല, പുള്ളിയുടെ ചാംനെസ്. പുള്ളി കണ്ടോണ്ടിരിക്കാനൊക്കെ ഒരു നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കെമിസ്ട്രി ബിഹൈൻഡ് ദീസ് ടു പീപ്പിൾ, അത് എനിക്ക് നിവിൻ പോളിയുടെ അടുത്താണ് പറയാനുള്ളത്. പുള്ളി ഏത് ആക്ട്രസിന്റെ അടുത്ത് അഭിനയിച്ചാലും ഭയങ്കര കെമിസ്ട്രി, ഭയങ്കര രണ്ടും തമ്മിലുള്ള ഒരു അല്ലേ കൊണ്ട് കളഞ്ഞത്. അത് ഭയങ്കര കെമിസ്ട്രിയാണ് പുള്ളിക്ക്. അത് എങ്ങനെ പറ്റുന്നതാണ്. അത് പണ്ട് ആ തട്ടത്തിമറയത്തിലൊക്കെ തുടങ്ങിയതാണ്, ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ല, കെമിസ്ട്രിയും പുള്ളിക്കാരൻ ആ ഒരു ഗ്രഹാതുരത്വം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു നാട്ടിൻ പുറത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എന്ത് രസമല്ലേ. നല്ല ഡയറക്ഷനും. പിന്നെ മറ്റേ ഇത് നമുക്കൊരു ഈ റബ്ബർ ഗാർഡിന്റെ കൂടെയൊക്കെ നടക്കുമ്പോഴേ, നമ്മൾ പണ്ട് റബ്ബർ ഗാർഡിന്റെ കൂടെ നടന്ന ഒരു ഫീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മ്യൂസിക്കോ അങ്ങനെ ഓവർഡു ആയിട്ട് മ്യൂസിക്കോ അങ്ങനെ ഒന്നും ചെയ്യാതെ ക്ലീൻ ആയിട്ട്. അതിൽ ഇടയ്ക്ക് MG ശ്രീകുമാറൊക്കെ പാട്ടുണ്ട്. അതൊക്കെ MG ശ്രീകുമാറിന്റെ സൗണ്ടിലൊരു പാട്ട് അതൊരു ആ പാട്ട് ഒറ്റയ്ക്ക് യൂട്യൂബിൽ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സുഖം തോന്നും. പക്ഷെ ഈ സിനിമയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ നല്ല രസമുണ്ട്. മ്യൂസിക് എടുത്ത് പറയണ്ട, ഇത് ഈ സിനിമയ്ക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതി തന്നെ അത് കൊണ്ടുപോയിട്ടുണ്ട്. അത് വിഷ്ണു വിജയുടെ ഒരു സ്ഥിരം ഒരു സംഭവം തന്നെ, നല്ല രീതിയിൽ തന്നെ ഇതുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് തന്നെ. പുള്ളിക്ക് ഇങ്ങനത്തെ ഈ കംഫർട്ട് മൂവീസ് ഒക്കെ സത്യമായിട്ട് സെറ്റ് ചെയ്യാൻ അറിയാം. പ്രേമലുവും നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കിന്റെ, അത് ഇതേപോലെ തന്നെ ഇതിലും ഒരു മ്യൂസിക്കിന്റെ സെൻസ് വെരി ഗുഡ്. പിന്നെ എഡിറ്റിങ്ങും ഒരു നല്ല എഡിറ്റിംഗ് ആണ്. ഭയങ്കര ശാന്തസുന്ദരമായ വളരെ സിനിമാറ്റോഗ്രാഫി അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒരു ഇത് അങ്ങനെയാണ് നമുക്ക് പാനിക് ആക്കൂല. ഇല്ല, ഒരു സമാധാനമായിട്ട് ഒരു റഷിങ് ഇല്ല. സാധാരണ സിനിമകളിലൊക്കെ നമ്മൾ ഭയങ്കര റഷിങ് ഉണ്ട്. ഇതങ്ങനെ സമാധാനമായിട്ട് ഇത് പോലെ അങ്ങ് പോട്ടെ, ശാന്തസുന്ദരമായി പോട്ടെ. പിന്നെ അതേപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു കോമഡി, അതൊക്കെ ചില കോമഡികളൊക്കെ ഇത്തിരി പഴയ കോമഡികളും കുറച്ച് ഇത്. പക്ഷെ ആ സിനിമയ്ക്ക് ആ ഒരു കോമഡികളും നല്ല ഷൂട്ടിംഗ് ആണ്. നമുക്ക് ഇത് കോമഡിയൊക്കെ ചെറുതായിട്ട് തോന്നും, പക്ഷെ ആ സിനിമയുടെ സെറ്റിങ്ങും കാര്യങ്ങളും സാധാരണ ആൾക്കാരും സംസാരിക്കുമ്പോഴും നമുക്ക് എൻജോയബിൾ ആയിരുന്നു. നമ്മുടെ സുരേഷ് കൃഷ്ണയൊക്കെ ഇടയ്ക്ക് പറയണ നമ്മളെ ഈ
എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ തിരിച്ച് തగ్గടിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള ആ ഒരു സാധനമേ ഉള്ളൂ. പക്ഷെ അത് നല്ല രസമാണ്, ആ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷമീറിന് നല്ല റോളും പിന്നെ നല്ല കുറെ കോമഡികളും പുള്ളി പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് തുടക്കത്തിൽ ഇത്തിരി ഞാൻ വിചാരിച്ചു അയ്യോ അല്ലേ ഇത്തിരി, പിന്നെ ലാസ്റ്റ് കേപ്പ് അടിപൊളി, നല്ല രസമുണ്ട്. പിന്നെ ആവേശത്തിലെ മറ്റേ ശാന്തനു നല്ല രസം. അവൻ ഭയങ്കര ഉണ്ട്, ആ ഒരു ഗ്യാങ് നല്ല എല്ലാരും ഓർത്തിരിക്കും. സംഗീത് പ്രതാപ് ഇത് നിവിൻ പോളിയുടെ അനിയനായിട്ട് നല്ല നല്ല കെമിസ്ട്രിയും നല്ല രസമുണ്ട്. പിന്നെ മറ്റേ ജസ്റ്റ് കിഡിങ് പറയുന്ന മറ്റേ പുള്ളിക്കാരനും ഒരു വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ പുള്ളി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇത് വന്നിട്ട് പോകുമെന്ന് വിചാരിച്ചു, അവസാനമൊക്കെ നല്ല അവസാനത്തേക്ക് ഒരു കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊക്കെ കാണുമ്പോ അത് കോമഡിയാ, പക്ഷെ എന്നാലും കൊള്ളാം, ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട് കൊള്ളാം, നല്ല കാസ്റ്റിംഗ് കേട്ടോ. വിനയ് ഫോർട്ട് ആ കറക്റ്റ് ഒരു സാധനം, വിനയ് ഫോർട്ടിന്റെ മുഖത്ത് ആ സാധനം ഉണ്ട് അല്ലേ, അത് പുള്ളിക്ക് തന്നെ കറക്റ്റ്. അല്ലേ ഇടയ്ക്ക് ഒന്ന് കളിക്കുന്ന ഒരു ടൈപ്പ് ആ സാധനം പുള്ളിക്ക് ഉണ്ട്. കൊള്ളാം, ബ്രില്യന്റ് സാധനം. പിന്നെ പ്രേമലു പ്രതീക്ഷിച്ചൊന്നും പോവാൻ ഞാൻ പറയത്തില്ല, കാര്യം പ്രേമലു പോലത്തെ ഒരു വൈബ് അല്ല ഈ സിനിമ. 90s ഒരു പ്രേമലു, പ്രേമലു പോലത്തെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതല്ലെങ്കിലും പക്ഷെ നമുക്കൊരു ഒരു എന്താ പറയണ്ട, ഒരു സമാധാനമാണ്. നമ്മള് തിയേറ്ററിൽ കയറിയിട്ട് ഒന്ന് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണുക. നമ്മൾ ആ സിനിമയ്ക്കുള്ളിലേക്ക് ഇറങ്ങി അവരെ കൂടെ ഇങ്ങനെ ജേണിയിൽ ഇങ്ങനെ കാണുക. ചില സമയം നമ്മള് ലാസ്റ്റ് ഒക്കെ അങ്ങ് തീർന്നു പോവല്ലേ, ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇത് തീർന്നു പോവല്ലേ എന്ന് തോന്നില്ല, അതേപോലത്തെ ഒരു സിനിമ. പിന്നെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഭയങ്കര ബഹളോ അങ്ങനെയൊന്നുമില്ല, ഒരു കംഫർട്ട് ആയിട്ട് ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് പ്രണയിക്കാനൊക്കെ തോന്നുമല്ലേ സിഗ്മകൾക്കൊക്കെ അല്ലേ. ഞാൻ പറയില്ല, നിനക്കിപ്പോ ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോഴേ അവൻ അത് തോന്നില്ല. എനിക്കത് ഞാൻ ആദ്യം ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോ ഞാൻ ബെസ്റ്റ് പറയത്തൊക്കെ നല്ല റൊമാൻസ് അത് ഈ അടുത്തിടയ്ക്കൊന്നും ഇങ്ങനെ ഒരു റൊമാൻസ് വന്നിട്ടില്ല. ആരും എടുക്കാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ ഒരു റൊമാൻസും ഇത് മൊത്തത്തിൽ അങ്ങനെ റൊമാൻസ് അങ്ങനെ രീതിയിൽ ആരും അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ലല്ലോ. ഇപ്പം നമ്മള് ഗിരീഷ് മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളൂ, ഒരാളെ ഉള്ളൂ അതൊക്കെ എടുക്കാൻ അല്ലേ. പുള്ളിയേ ഉള്ളൂ റൊമാൻസ് ഇപ്പൊ ക്യാരി ചെയ്തത് പുള്ളി തന്നെ, അല്ലാതെ ബാക്കി എല്ലാരും ഇതിലാണെങ്കിൽ പോലും ആ ഒരു എവരുടെ രണ്ടുപേരുടെയും സ്ക്രീൻ ടൈം വാസ് റിയലി നൈസ്. ഈ നിവിൻ പോളിയും മമിതയും വരുമ്പോൾ ഒരുമിച്ച് സ്ക്രീൻ ടൈം നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടെ അവിടെ നമുക്ക് കാണാൻ തോന്നും ഇവരെങ്ങനെയാണ് ഇവരുടെ ഒരു കെമിസ്ട്രി പോകുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ ഈ നിവിൻ പോളിയുടെ ഈ നാണവും അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര റിലേറ്റബിളാ. അല്ലല്ലേ, അതൊരു അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി അടിപൊളി ഓണം ഇവർക്ക് തന്നെ കൊണ്ടുപോയി, അതിനി ഒന്നും പറയാനില്ല, അത് കൊണ്ടുപോയി. പിന്നെ എസ്പെഷ്യലി പറയേണ്ടത് മമിതേനെ തന്നെയാണ്. കാര്യം പുള്ളിക്കാരിയുടെ റേഞ്ച് ഓഫ് ആക്ടിങ് അത് നമ്മുടെ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അത് മാറി. എന്ന് വെച്ചാൽ ഫേസിൽ നമുക്ക് എല്ലാ സാധനവും കിട്ടും, എന്ന് വെച്ചാൽ എന്താണ് പുള്ളിക്കാരുടെ ഉള്ളിലുള്ളതെന്നുള്ളത് നമുക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇത് ഈ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുമെന്ന്. കാര്യം അങ്ങനെ ഒരു ക്യൂട്ട്നെസ് ആണ് മൊത്തം ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് മാറി, അതൊരു ഭയങ്കര കൺഗ്രാറ്റ്സ് കൊടുക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ ക്യാരക്ടേഴ്സ് ഇത് നല്ല നല്ല റൈറ്റിംഗ് കേട്ടാ. എല്ലാം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട്. ഇതില് പ്രേമല് പോലെയൊന്നുമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഡിഫൈൻഡ് ആണ് ക്യാരക്ടേഴ്സ്, അതുകൊണ്ടാണ് ഇത്ര സമയം നീണ്ടുപോയത്. ആ ക്യാരക്ടേഴ്സിനെ അങ്ങ് എടുത്ത് ഒരു കുറെ ക്യാരക്ടർ ഉണ്ട്, അവര് ഇതിലോട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അവര് സംസാരിക്കുന്നതും അവരുടെ അതിലൊരു എഡിറ്റർ ആയിട്ടൊരു പയ്യനുണ്ട്, അവൻ തന്നെ കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇത്രയും ഈ 2.25 മണിക്കൂർ ആയത് ചിലപ്പോ അതുകൊണ്ടായിരുന്നു. ഈ എല്ലാവർക്കും ഒരു ക്യാരക്ടർ അങ്ങ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട്. മീനാക്ഷി ഉണ്ട്, മീനാക്ഷി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രിൻഡ ഉണ്ടായിരുന്നു. പിന്നെ അവര് തമ്മിൽ ആ കസിൻസ് തമ്മിലുള്ള ഒരു ഇതൊക്കെ ഗ്യാങ് ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട്. ഈ ക്യാരക്ടറിനെ നല്ല രീതിയിൽ എഴുതിയിട്ട് അങ്ങ് വിട്ടുകൊടുത്ത അവര് ആ ഒരു കുടുംബത്തിൽ അങ്ങോട്ട് സംസാരിക്കണം. നല്ല അവര് തമ്മിൽ നമ്മള് വിചാരിക്കും ഇത് ഇവര് ശരിക്കും ബന്ധുക്കളാണോ എന്ന്. പുള്ളിക്കാരിയുടെ അമ്മ
ഈ മമിതയുടെ അമ്മ അത് നല്ലൊരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഉള്ള ഒരു character. പിന്നെ ഇതില് ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിന് ഒരു കറക്റ്റ് ഒരു ഡീറ്റെയിലിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലിരിക്കും ഇതൊക്കെ ഇതാണെന്നുള്ള പെട്ടെന്ന് വന്നു പോയിട്ടുള്ളൊരു സംഭവം എല്ലാരും നമ്മൾ മനസ്സിലിരിക്കുന്ന ക്യാരക്ടറുകളാണ്. നമ്മള് ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ടത് ഗിരീഷ് എഴുതിയത് തന്നെയാണ്. പിന്നെ കാസ്റ്റിംഗ് ക്രൂ സമ്മതിച്ചു കൊടുക്കണം. കാര്യം ഇതൊരു ഡയറക്ടർ ബ്രില്യൻസും കൂടെയാണ്. ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ മൊത്തത്തിൽ. നമുക്ക് എന്താ പറയണ്ട, ഒരു സിമ്പിൾ സിനിമ എങ്ങനെയാണ് അതിന്റെ ക്യാരക്ടറൈസേഷനും സീനൊക്കെ നമുക്ക് ആദ്യം തോന്നുന്നു ഈ സീനൊക്കെ എന്തിനാ ഇത് വെച്ചിരിക്കണേന്ന്. എന്ന് വെച്ചാൽ സിമ്പിളാ, ഒന്നുമില്ല, അതൊക്കെ എടുക്കുന്നു ആൾക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ സിനിമകളിലൊന്നും അങ്ങനെ ഒരു സിമ്പിൾ ഈസി ഗോയിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചായ കുടിക്കണതും വെള്ളം ഒടിക്കണതും അതൊക്കെ ചുമ്മാ ഒരു ഫ്ലോയിനനുസരിച്ച് അങ്ങ് പോകുന്നു. കൊള്ളായിരുന്നു. 2.25 മണിക്കൂറുണ്ടല്ലേ? 2.25 ഫീൽ ചെയ്യൂല. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അങ്ങ് പൊക്കോണ്ടിരുന്നോളൂ. പിന്നെ ഫീൽ ചെയ്തു. എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ചെറിയൊരു കോട്ട് ആയിട. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് ഈ BKU ബദ്ലഹേം കുടുംബ യൂണിറ്റിനെ പറ്റിയിട്ട് നമ്മുടെ ഒപ്പീനിയനും നമ്മുടെ ചെറിയൊരു റിവ്യൂ. എനിക്ക് ഒരു പ്രാവശ്യം എനിക്കും കാണണമെന്നുണ്ട്. കാരണം അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓണത്തിന് ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഹിറ്റാവും. ഹിറ്റാണ്, അതെ ഉറപ്പാണ്. കാണുമ്പോൾ തന്നെ നമ്മള് മനസ്സിലാവും. അപ്പോ ഈ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സിനിമയെ പറ്റിയുള്ള അഭിപ്രായം കമന്റിൽ ഇടുക. പിന്നെ കാണാത്തവർ പോയി കാണുക. അപ്പോ ഇതാണ് നമ്മുടെ ഈ ഒരു റിവ്യൂ. അപ്പോൾ പുതിയൊരു റിവ്യൂ ആയിട്ട് വരുന്നത് വരേക്കും. ബൈ.